പ്രേയർ സ്റ്റാർട്ട് ചെയ്യട്ടെടാ. ഓക്കെ. ആലം ദയാലുവായി ദാശന്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. വിധി പറയും ദിവസത്തിന്റെ ശിവനെ നീതമാരാധിപ്പു ഞങ്ങളെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ. സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Thought of the day പറയട്ടെ madam. എന്താണ്? Thought of the day പറയട്ടെ. ചെയ്തോളൂ. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങിക്കോളും. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. APJ അബ്ദുൽ കലാം. താങ്ക് യു. ആരാണ്? സൈന് ഞാനാണ് മാം. സുറുമിയാണ്. കുറച്ച് റൈംസ് ആണ് ഞാൻ പാടാൻ പോകുന്നത്. Baba black sheep, have you any wool? Yes sir, yes sir, 3 bags full. 1 for the master, 1 for the Dane, 1 for the little boy who lives down the lane. Baba black sheep, have you any wool? Yes sir, 3 bags full. 1 for my master, 1 for my Dane, 1 for the little boy who lives down the lane. Okay, miss. Okay. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് സമ്മറൈസ് ചെയ്യാവോ, ചുരുക്കി പറയാവോ ഒന്ന്? സേഫ്റ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സേഫ്റ്റിയെ കുറിച്ചാണ് അല്ലേ? അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സേഫ്റ്റി അല്ലാതെ ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത്, ചിൽഡ്രൻസ് ഹെൽത്ത് ചെക്കപ്പ്, ചിൽഡ്രൻസ് ആൻഡ് അഡൾട്ട്സ് ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ. Independent food and nutritional needs. എന്താണ്? Food and nutritional needs. ഓക്കെ. ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ കാര്യം നിങ്ങളോടാണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുള്ളവരൊന്ന് കാണിക്കാവോ? ഒരു മിനിറ്റ് കാണിച്ചു തരാം. ക്യാമറേനെ എങ്ങനെ തിരിക്കണം എന്നുള്ളത്. ഓക്കെ. ഓക്കെ. എന്തൊക്കെയാണ് ഇതിലുള്ളത്? അതിലുള്ളത് ഞാൻ വെച്ചത് കോട്ടൺ ആണ്. തുണിയുണ്ട്, പിന്നെ നമ്മൾ കെട്ടാൻ ഉപയോഗിച്ച പഞ്ഞിയുണ്ട്, സിസേഴ്സ് ഉണ്ട്. പിന്നെ അത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. നമ്മൾ വേദനയ്ക്ക് പുരട്ടുന്ന ഒരു മരുന്നുണ്ട്.
പിന്നെ ഒരു കുട്ടികളുടെ ഒരു സിറപ്പ് ഉണ്ട്, പിന്നെ ചുമയുടെ ഒരു മരുന്നുണ്ട്, പിന്നെ പാരസെറ്റാമോൾ ഉണ്ട്. പിന്നെ നമുക്ക് ഈ മെയിനായിട്ട് ഈ കൊറോണ സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്സിജന്റെ ലെവല് നമ്മുടെ പൾസ് ഒക്കെ നോക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ കോവിഡ് സമയത്ത് വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതും ഒന്ന് അതിൽ വെച്ചു. ഇത്രയാണ് ചെയ്തത്. പൾസ് ഓക്സിമീറ്റർ അല്ലേ? ഓക്സിമീറ്റർ ആണോ? അതെ. ഏതാണ്? അതെ, ഓക്സിമീറ്റർ, പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരുന്നത് വെച്ചാക്കിയതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ മിസ്, എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബോക്സ്. ഇതാണ് മിസ്, കോട്ടൺ ബാൻഡേഡ് എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് എല്ലാം ഒരു ബോക്സിനകത്തിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽമെന്റ് എല്ലാം ഉണ്ട്, പാരസെറ്റമോൾ എല്ലാം നേരത്തെ ഉണ്ട് എൻ്റെ കയ്യില്. ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ കാര്യം വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉടനടി തന്നെ അവൈലബിൾ ആകണം അല്ലെ? അതാണ് പറഞ്ഞത് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ പറയാനുള്ളത് നമ്മള് അതായത് കുട്ടികളെ കൊണ്ട്, അതായത് കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകൾ കുട്ടികളെ കളിക്കാനായിട്ട് അനുവദിക്കരുത്. എന്തൊക്കെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ്? നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ TV, ടെലിവിഷൻ ന്യൂസ്, ഇതിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ? ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസിനെ കുറിച്ച്, അതായത് കുട്ടികൾ സൂസൈഡ് ചെയ്ത കാര്യങ്ങള്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗെയിം കളിച്ചിട്ട് മൊബൈൽ എന്തൊക്കെയാണത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ്? പബ്ജി ഉണ്ട്, പബ്ജി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാലത്ത് ബ്ലൂ വെയിൽ അല്ലെ? ആ തമിഴ്നാട്ടില് ഒരു കുട്ടി മരിക്കുകയുണ്ടായിരുന്നു. ആ സംഭവത്തെ തുടർന്ന് ആ ഒരു ഗെയിം കളിച്ച് ലാസ്റ്റ് സൂസൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഫ്രീ ഫയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊരു ഗെയിം ഉണ്ട്, ഫ്രീ ഫയർ. അതിന്റെ ഓരോ വേർഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുട്ടികളില് ഈ ആക്രമണ സ്വഭാവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇത്തരത്തില് ഓരോരോ, അതായത് കുട്ടികൾക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകളും മറ്റുമൊക്കെ നമ്മൾ ഒരിക്കലും കളിക്കാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ, മൊബൈൽ ഫോൺ കഴിവതും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്ത് അവർ അഡിക്റ്റ് ആയി കഴിഞ്ഞാല് പിന്നെ അവർ അതിനകത്ത് പിന്തിരിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, തീർത്തും കൊടുക്കരുത് എന്നല്ല പറയുന്നത്, ആവശ്യത്തിന് മാത്രം കൊടുക്കുക. കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതലും. എന്നാലും ചില കുട്ടികൾക്ക്, ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ഒരു അഡിക്ഷൻ ഉണ്ടാകാം. അപ്പോ കുറച്ചു നേരം മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ള സമയത്ത് ബാക്കിയുള്ള കളികളിലും മറ്റുമൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ പലതരത്തിലുള്ള ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ദീപാവലി, വിഷു അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ പടക്കങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പോ പടക്കങ്ങള്, അതുപോലെ ഗുണ്ടുകള്, കമ്പിത്തിരി, മത്തപ്പം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു ആഘോഷമായിരിക്കും. അപ്പൊ കുട്ടികൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഒത്തുചേർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുതിർന്നവരുണ്ടാകാം, എന്നാലും ചില ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് കഴിയില്ല. അപ്പൊ കുട്ടികൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ സൂപ്പർവിഷൻ കൊടുക്കാനായിട്ട് പാരന്റ്സ് അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളവിടെ ഇല്ലെങ്കിൽ ചിലപ്പോ ആ വസ്തുക്കൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയേക്കാം. നമ്മള് ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ? അതായത് കമ്പിത്തിരി കത്തിച്ച് കണ്ണില് പൊട്ടിത്തെറിച്ചു, കാഴ്ച നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ പടക്കം പൊട്ടിക്കുന്നതിനിടയ്ക്ക് ദേഹത്ത് പൊള്ളലേറ്റു,
കുട്ടിയുടെ. അപ്പോ അത്തരത്തിലുള്ള വാർത്തകൾ ഒക്കെയും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതല്ല പറയുന്നത്, അതായത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പടക്കങ്ങളൊക്കെ കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഒരിക്കലും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ആ ഒരു ഐറ്റംസിൽ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഐറ്റംസ് ഉണ്ടാകാം, അത് കൊടുക്കുക. അതും മുതിർന്നവരുടെ ഒരു സൂപ്പർവിഷനിൽ മാത്രം കൊടുക്കുക. ഒരാൾ ഉണ്ടായിരിക്കണം അവിടെ കുട്ടികൾക്ക് അത് കൊടുക്കുമ്പോൾ. കുട്ടികളുടെ അടുത്ത് നിന്ന് മാറിക്കളയരുത് ഈ ഒരു അവസരത്തിൽ. ഓക്കെ, അപ്പൊ ഇതുവഴി പലവിധ അപകടങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്കൂളിലേക്ക്, അതായത് സ്കൂളിലേക്ക് പോകുന്ന വഴി, അതുപോലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി പലതരത്തിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പോ സ്കൂൾ വാൻ ഉണ്ടാവാം, അതുപോലെ തന്നെ ജീപ്പ് ഉണ്ടാകാം, പല പല ഓട്ടോറിക്ഷ ഉണ്ടാവാം, പല പല വാഹനങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ കുട്ടികളെ അതിൽ കയറ്റുന്നത് മുതൽ കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് വരെയുള്ള സേഫ്റ്റി ശ്രദ്ധിച്ചിരിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഓവർ സ്പീഡ് ആയതുകൊണ്ട് പല പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. സ്കൂൾ വാനൊക്കെ മറിഞ്ഞിട്ടുണ്ട്, സ്കൂൾ ബഞ്ചിൽ ഇടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം പിന്നെ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. അതായത് ഓവർലോഡ് ആയതുകൊണ്ട് കുട്ടികളെ തിക്കി തിരക്കിയാണ്, അതായത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടാണ് കുട്ടികൾക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു അവസരത്തിലൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സിലൊക്കെ ആണെങ്കിൽ കുഞ്ഞി കയറുന്ന സമയത്ത്, സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോ കാല് തെന്നി വീഴാം, ചിലപ്പോ ടയറിന്റെ അടിയിൽ എത്തിപ്പെടാം, അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പാരന്റ്സ് തിരിയാൻ ശ്രദ്ധിക്കുക. പാരന്റ്സ് മാത്രമല്ല, ആ സ്കൂൾ വാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രൈവറോ അതിൽ നിർത്തിയിരിക്കുന്ന ആയെയും എന്ത് ചെയ്യുക, ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതാണ് സ്കൂൾ വാനിൽ, അതായത് സ്കൂൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്രത്യേകം സുരക്ഷാ നടപടികള് നമ്മൾ സ്വീകരിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2-3 സംഭവങ്ങൾ പറഞ്ഞുതരാം. അത് നമ്മൾ റീസെന്റ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ചു കാലം മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഈ കുട്ടിയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് ഒന്നാണ്, ഒരു കുട്ടി ബക്കറ്റിൽ വീണ് മരിക്കുകയുണ്ടായിരുന്നു. നമുക്ക് കേൾക്കുന്ന ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, ഇടയ്ക്ക് കേൾക്കാറുണ്ട്. എന്നാലും ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒന്നാണ്. കുട്ടിക്ക് 2.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്, അതായത് വീടിന്റെ ഉമ്മറത്ത് നിന്നാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. അപ്പോ വീടിന്റെ വരാന്തയിൽ, അതായത് വീടിന്റെ ഒരു മുൻവശത്തായിട്ട് ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിനിടയിൽ ബക്കറ്റ് വെച്ചു, ബക്കറ്റ് നിറച്ചു, കുട്ടിയെ അതിനകത്ത് ഇരുത്തി, എന്നിട്ട് അമ്മ കുളിപ്പിക്കുന്നത്. ഓക്കെ, അമ്മ കുളിപ്പിക്കുന്നതിനിടയ്ക്ക് എന്തോ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുഞ്ഞതിനകത്ത് മുങ്ങി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അത് ആരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്? അമ്മയുടെ അശ്രദ്ധയില്ലേ? ആരെങ്കിലും നിറച്ച ബക്കറ്റിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവോ? അത്രയും ചെറിയൊരു കുഞ്ഞാണ്, അധികം വലിയ പ്രായമൊന്നുള്ള കുഞ്ഞല്ല. അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് അല്ലെ. അപ്പോ ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധ കുട്ടികളില് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ചില കേസുകളുണ്ട്, അതായത് ചില സ്ഥലത്തൊക്കെ കിണറുണ്ട് അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങള് ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, കളിക്കുന്ന സമയത്തൊക്കെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഓടി നടക്കുക അല്ലെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരതിയൊക്കെ നടക്കുവര്. അപ്പോ ഈ കിണറിന് ഇപ്പൊ ചില സ്ഥലത്ത്, അതായത് ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് കിണറുകളാണ്. ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് താഴ്ന്നു കിടക്കുന്ന കിണറുണ്ട്, അതായത് മുറ്റത്തോട് ചേർന്നിട്ടായിരിക്കും അതിന്റെ വായ്ഭാഗം വരുന്നത്. മനസ്സിലായോ ഏത് കിണറാണെന്ന്? മുറ്റത്തോട് ചേർന്ന് അതിന്റെ വായ്ഭാഗം വരും. അപ്പൊ കളിക്കുന്ന സമയത്ത് എങ്ങാനും തട്ടി കുഞ്ഞ് കിണറ്റിലേക്ക് വീഴാനുള്ള ഒരു സ്ഥിതി ആലോചിച്ച് നോക്കി. അങ്ങനെയും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള കിണറുകള് ശരിക്കും അത് നല്ല രീതിയിൽ അതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ വായ്ഭാഗം കറക്റ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് കുട്ടികള് അതിന്റെ അടുത്ത് ചെന്നാലും അപകടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അത് സുരക്ഷ അതിനകത്ത് ക്രമീകരിച്ചിരിക്കണം.
ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഇന്നലെ നമ്മുടെ വീടിന്റെ കുറച്ചടുത്തായിട്ട് സ്കൂൾ പഠിക്കുന്ന ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ വീണ് മരിച്ചു. അതായത് സ്കൂൾ വിട്ട് വന്നിട്ട് കുട്ടികളുമായിട്ട് കളിക്കായിരുന്നു. പക്ഷെ ഉപയോഗശൂന്യമായ ഒരു കിണറുണ്ടായിരുന്നു. കുട്ടികൾ ഓടിക്കളിക്കുക എന്തോ ചെയ്യുമ്പോ അതിൽ വീണിട്ട് LKG പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു. ഇന്നലെ ഉണ്ടായതാ. ഇന്നലെയാണ്. ഇത് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? ഞാൻ പാലക്കാടാണ്. ഇവിടെ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ LKG സ്കൂളിലെ കുട്ടി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇന്നാള് ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അംഗൻവാടിയില്, അതായത് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഹൈറ്റിലാണ്. നിങ്ങൾ ആ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തെന്നിക്കുട്ടി താഴെ പുഴയിൽ പറഞ്ഞു വീണ് മരിച്ചത് കേട്ടിട്ടുണ്ടായിരുന്നു വാർത്ത? ഇല്ല, കുറച്ചു നാൾ മുൻപുള്ളതാണ് കേട്ടോ. ഇല്ല, ഓക്കെ. അതായത് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഒരു പുഴ, അതിന്റെ നടുക്ക് എന്താ പറയാ ഒരു ബിൽഡിംഗ് പോലെ കിട്ടിയിട്ട് അതിന്റെ മുകളിലായിട്ടാണ് അംഗൻവാടി ഉള്ളത്. അപ്പൊ അവിടെ ഓടിക്കളിക്കുന്നതിനിടയിൽ കുഞ്ഞ് കാല് തെന്നി താഴെ നേരെ പുഴയിലോട്ട് വീണു. കുഞ്ഞപ്പ തന്നെ കൊണ്ടുപോയ കുഞ്ഞിനെ, പക്ഷെ കുഞ്ഞ് മരിക്കുകയുണ്ടായി. ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തീർത്തും അവിടുത്തെ എന്താ പറയാ ഭരണ വകുപ്പ്, അതുപോലെ തന്നെ അംഗൻവാടിയിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സുകളുടെയൊക്കെ അസംതൃപ്തരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞ് അത്യാവശ്യം ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞാണ്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, അപ്പൊ സ്കൂളില് വീട്ടില് ഉള്ളത് അമ്മമ്മ മാത്രമാണ്. അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അമ്മമ്മയോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണം, വൈകുന്നേരമാണല്ലോ, സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തായാലും വിശപ്പുണ്ടാകും, അപ്പൊ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അമ്മമ്മ ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി. തിരിച്ച് ഭക്ഷണവുമായിട്ട് വന്നപ്പോ കുഞ്ഞിനെ കാണാനില്ല. അപ്പൊ കുഞ്ഞിനെ അവിടെ ഇവിടെയൊക്കെ അവർ അന്വേഷിച്ചു. ചുറ്റുമുള്ള പരിസരങ്ങള്, അതുപോലെ കടകള്, എല്ലാം അവിടെ അവർ അന്വേഷിച്ചു. അവിടെ ഒന്നും കുഞ്ഞിനെ കണ്ടു കിട്ടിയില്ല. പോലീസിൽ അവര് റിപ്പോർട്ട് ചെയ്തു. അപ്പോ പോലീസ് വന്നു അന്വേഷണം നടത്തി, ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി. പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താനായില്ല. ഫ്രണ്ട്സ് കുഞ്ഞിന്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി, റോഡില്, അതായത് പുറത്തിറക്കി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും കണ്ടെത്താനായില്ല. പിറ്റേ ദിവസം ആ വീടിനോട് ചേർന്ന് ഒരു കൃഷിസ്ഥലമുണ്ട്, അവിടെ വെള്ളക്കെട്ടാണ്. അവിടെ കുഞ്ഞിന്റെ ബോഡി കിടക്കുവാണ് കണ്ടത്. ഓക്കെ, അപ്പോ ഇതാണ്, അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാല് ഈ ഒരു ചെറിയ സമയത്ത് അല്ലെങ്കിൽ ആ പ്രായത്തില് എല്ലാത്തിനോടും ഒരു കൗതുകമാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിടിക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങണം എന്നുള്ള ചിന്തയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങള് പറയാതെ പൊയ്ക്കളയും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, തെരുവ് നായ്ക്കളെ ശല്യല്ലേ മാം? തെരുവ് നായ്ക്കൾ ഇങ്ങനെ ഓടിച്ചിട്ട് നമ്മളെ അടുത്തുള്ളൊരു അറിയാവുന്ന ഒരു പെണ്ണിന്റെ കുട്ടിയാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അറിയാം അവിടെ അങ്ങനെ ഒരു പൊട്ടക്കിണറുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ നായ്ക്കള് ബാക്കിൽ ഓടിയിട്ട് അത് ഓടി. അപ്പൊ ഓടുന്ന ഇടയിൽ ഈ കിണറിന്റെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ കിണറിലേക്ക് വീണ് എല്ലാ കുഞ്ഞുങ്ങളും കളിക്കുന്നതിന് ഇടയിലാണ് ഈ നായ് ബാക്കിൽ ഓടുന്നത്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും പല വഴിക്കോടി. ഈ കുഞ്ഞ് കിണറ്റില് വീണു. പക്ഷെ എന്നിട്ട് ഒരു 6-6:30 മണിയാകുമ്പോൾ കുട്ടി വരാത്ത കണ്ടപ്പോ അന്വേഷിച്ച്, അപ്പോഴേക്കത് വീണ അതിൻ്റെ ഉള്ളിൽ നിന്ന് മരണപ്പെട്ടു. അന്വേഷിച്ചപ്പോഴാണ് എല്ലായിടെയും അന്വേഷിച്ചു. പക്ഷെ ഇതൊരു ഫുള്ള് എന്താ പറയാ പുല്ലൊക്കെ ഇതായിട്ട് ഇതൊരു കിണറാന്ന് തന്നെ മനസ്സിലാവാത്ത രൂപത്തിലായി മാറിയിന്. അപ്പൊ അവര് വന്ന് എല്ലാടെ അന്വേഷിച്ച് കിട്ടാതെ വന്നപ്പോഴാണ് ഇവിടെ ആ ഒരു കിണർ ഇതാക്കുന്നത്. അപ്പൊ ഈ ഉമ്മ കരയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് അറിയാം അവിടെ കിണറുണ്ടെന്ന് അവനക്ക് അറിയാം, എന്നിട്ടും അവൻ അത് അവിടെ പോയി വീണല്ലോ. പക്ഷെ അതാന്ന് പറയുന്ന ഈ നായ്ക്കള് ബാക്കിൽ ഓടുമ്പോ നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ലല്ലോ, എവിടെ എന്താ ഉള്ളതെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സേഫ് ആക്കി വെക്കണം. എന്നെങ്കിൽ അത് മൂടിക്കളയണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ചുറ്റും എന്തെങ്കിലും ആക്കി വെക്കണമായിരുന്നു. കുട്ടി അതിലേക്ക് പോയി വീഴില്ലായിരുന്നു. അതെ, ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇപ്പോ നമ്മള് സാധാരണ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഷോളൊക്കെ കളിക്കാനായിട്ട് കൊടുക്കുമല്ലേ കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ പണികളൊക്കെ തീർക്കുന്നതിന് വേണ്ടി ഷോളൊക്കെ കളിക്കാൻ കൊടുക്കാറുണ്ടാവും, ഉണ്ടല്ലേ? അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയില്ല. അത് ചിലപ്പോ അത് കഴുത്തിലൊക്കെ ഇട്ട് ചിലപ്പോൾ ടൈറ്റ് ഒക്കെ ആക്കി കഴിഞ്ഞാല് ശ്വാസം കിട്ടാതെയൊക്കെ വരാം.
അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അപകടം നടക്കാം. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണെപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം. ഒരിക്കലും അവരെ തനിച്ചാക്കിയിട്ട് ഇട്ടിട്ട് നമ്മൾ മാറി നിൽക്കാനായിട്ട് പാടില്ല. എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജോലി ചെയ്യുന്നതിനിടെ ഗ്യാസിൽ നിന്നും തീ പടർന്നു മരിച്ചു ഒരു കുഞ്ഞ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ചില അമ്മമാര് എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഗ്യാസ് കത്തിക്കുന്നതും അടുപ്പ് കത്തിക്കുന്നതും ഒക്കെ വരാറുണ്ട്. അപ്പോ ചില കുഞ്ഞുങ്ങള് ഇപ്പൊ ഹൈറ്റ് എത്തില്ല എങ്കിൽ, ഗ്യാസ് കത്തിക്കാനുള്ള ഹൈറ്റ് ഇല്ല എങ്കിൽ ചിലവർ എന്ത് ചെയ്യും, പലകയിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് ഗ്യാസ് കത്തിക്കാനൊക്കെ നോക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വലുതായതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് തീ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ, അതായത് ഒരു വയനാട്ടിലാണ് ഈ സംഭവം നടന്നത്. വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ആദിവാസി ഊരുണ്ടല്ലേ, അവിടെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അവിടെ ഒരു കുടുംബത്തില് 3 മക്കളാണുള്ളത്. 3 പേരും പെൺകുട്ടികളാണ്. അപ്പൊ മൂത്ത ആളെന്ന് പറയുന്നത് 10 വയസ്സായ കുഞ്ഞാണ്. ബാക്കി 2 പേര് ചെറിയ കുഞ്ഞുങ്ങളാണ്. അച്ഛനും അമ്മയും രാവിലെ തന്നെ ജോലിക്ക് പോകും. ഇവർ പോകുന്നത് കാട്ടിലേക്കാണ്. അതായത് കാട്ടിലേക്ക് കുറെ അധികം തേൻ ശേഖരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ പോകുന്നത്. വെളുപ്പിന് തന്നെ ഇവർ പോകും. വൈകിട്ടാണ്, രാത്രിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ എന്താ പറയാ, വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ അത്രയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളോ നമ്മളുടെ അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്കില്ല. അപ്പൊ ഈ മൂത്ത കുഞ്ഞിനെ കൊണ്ടാണ് അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുന്നത്. ഇളയ 2 കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. മൂത്ത കുഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്, വെച്ച് വേവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞ് തന്നെ എടുക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞ് രാവിലെ തന്നെ കഞ്ഞിക്ക്, അതായത് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അരി അടപ്പത്തിടാൻ വേണ്ടിയിട്ട് വിറകാണ് അവിടെ ഉപയോഗിക്കുന്നത്. വിറക് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിന്റെ, അതായത് ഭയങ്കരമായിട്ട് കാറ്റുണ്ടായിരുന്നു. ആ സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് ഈ വിറക്, അതായത് ഈ അടുപ്പിൽ നിന്ന് തീ കുഞ്ഞിന്റെ ഡ്രസ്സിലോട്ട് പടർന്നു. ആ സ്പോട്ടിൽ തന്നെ കുഞ്ഞവിടെ വെന്ത് മരിക്കുകയാണ് ഉണ്ടായത്. 2 കുഞ്ഞുങ്ങള് മുറ്റത്ത് കളിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഈ കുഞ്ഞാണ് മരിച്ചു പോയത്. അപ്പൊ വേറെ ആരും ഇല്ല അവിടെ, മുതിർന്ന ആളുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അച്ഛനും അമ്മയും പുറത്തേക്ക് ജോലിക്ക് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഭയങ്കരമായിട്ടുള്ള പാരിസ്ഥിതിക ചുമതലകളൊക്കെ നമ്മൾ അവരെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ ഈ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ അരിയുന്ന കത്തി അല്ലെ, നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ കത്തി ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അതൊക്കെ കുറച്ചും കൂടി വലുതായതിനു ശേഷം മാത്രം കൊടുക്കുക. ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും തന്നെ ഇത് ചെയ്യിപ്പിക്കരുത്. ഇപ്പൊ ചില അമ്മമാര് വിചാരിക്കും ചെറിയ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് തനിയെ ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന അമ്മമാരുണ്ട്. പക്ഷെ അത് ചെറിയ ചെറിയ ജോലികൾ മാത്രം. ഫോർ എക്സാമ്പിൾ ഇപ്പോ പെരടിച്ചു വരിക, അതുപോലെ മുറ്റം തൂക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുറച്ചുകൂടി പിന്നെ സ്വന്തം പാത്രം കഴുകാനായിട്ട് പഠിപ്പിക്കുക. അതായത് അവനവൻ കഴിച്ച പാത്രം കഴുകാനായിട്ട് പഠിപ്പിക്കുക. മസ്തി പോലുള്ള കാര്യങ്ങൾ, അതായത് പൊട്ടുന്ന പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അത് കൊടുക്കരുത് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. വലിയ വലിയ ചില്ല് പാത്രങ്ങളും സോസറും കപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് താഴെ വീണ് അത് പൊട്ടി, പിന്നെ അത് കുത്തി കയറി കൈ പൊട്ടി, അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള പാത്രങ്ങൾ കൊടുക്കുക. അപ്പോ സ്വന്തമായിട്ട് ആദ്യം പഠിക്കേണ്ട ഒന്നാണ് അവനവൻ കഴിച്ച ഭക്ഷണത്തിന്റെ പ്ലേറ്റ് കഴുകാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വേസ്റ്റ് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ വേസ്റ്റ് അവിടെ വെക്കാതെ അത് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക.
പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ സ്വന്തം ഡ്രസ്സ് തീരെ കുഞ്ഞുങ്ങളല്ല ചെറു പിടിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും അല്ല പറയുന്നത്. കുറച്ചുകൂടി വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അതായത് അവനവന്റെ ഡ്രസ്സ് ഡെയിലി ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് ഉണക്കി അഴയിലിടാനായിട്ട് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഒന്ന് പറയാം. ഇത് തുടക്കണ കാര്യമല്ല പറഞ്ഞത്, മൊത്തമേ നമ്മുടെ വീട് ക്ലീൻ ചെയ്യണ കാര്യമല്ല പറയുന്നത്. ഒന്ന് എന്താ പറയാ, അടിച്ചു വാരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത്യാവശ്യമെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. അതായത് തുണി മടക്കുന്നതും തുണി നിവർത്തുന്നതൊക്കെ എങ്ങനെയാണ്. അപ്പൊ അലക്കിയ തുണി വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് മടപ്പിക്കുക. അതൊന്നും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ജോലികൾ മാത്രം ചെയ്യിപ്പിക്കുക. അതും കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ മാത്രം, കുഞ്ഞു കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കേട്ടോ. ഓക്കെ. അപ്പോ അവർക്ക് നമ്മൾ പഠിക്കും, കുറെ ആക്ടിവിറ്റീസ് നമ്മൾ പഠിപ്പിക്കും പ്രാക്ടിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ ഈ കോഴ്സ് കഴിയാറാവുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റികൾ കൊടുക്കാമെന്ന് വിശദമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും നിങ്ങളെ. അപ്പൊ ആ സമയത്ത് അത് പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട്, അതായത് ഫോണിൽ നോക്കി ഭക്ഷണം കഴിച്ച് അവസാനം തൊണ്ടയിൽ കുരുങ്ങി മരിക്കാനിടയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ പറയാം, ചില കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമാണ് ഫോൺ കൊടുത്തില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല. ഫോൺ കാണിച്ചു കൊടുത്താലാണ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് സമ്മതിക്കുക. അപ്പൊ അത് കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ അത് തൊണ്ടയില് കുരുങ്ങി ചിലപ്പോൾ അപകടം സംഭവിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിസ്സേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ, ഇപ്പൊ ഈ മൊമെന്റ് നടന്ന കാര്യം, എന്റെ മുന്നിൽ തന്നെ എന്റെ കുഞ്ഞിരിക്കുന്ന 2.5 വയസ്സാണ്. അപ്പം അവള് ഇങ്ങനെ ക്ലാസ്സിൽ എന്നെ ഇരുത്താൻ സമ്മതിക്കാറില്ല. അപ്പൊ ഞാൻ അവക്ക് ഇത്തിരി പക്കാവട കുഞ്ഞു പീസാക്കിയിട്ട് കൊടുത്തേക്കുക. അപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ പറയാ, ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ നോക്കി തന്നെ ഇരിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ ചോക്ക് ചെയ്തു ചെറുതായിട്ട്. ഓക്കെയാണ്. ഞാൻ എന്റെ ശ്രദ്ധ ഒന്ന് ഇങ്ങനെ ഞാൻ മൊത്തമായിട്ടൊന്ന് ക്ലാസ്സിലേക്ക് ഒന്ന് ആയിപ്പോയി. പക്ഷെ എന്റെ തൊട്ട് ചേർന്ന് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ മിസ് പറഞ്ഞപ്പോ ഞാൻ പറയായിരുന്നു, ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മള് കുഞ്ഞുങ്ങളുടെ കാര്യത്തില് അടുത്ത് തന്നെ ഇരുന്ന് കൊടുക്കേണ്ടതാണ്. അതെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അടുത്ത് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ അമ്പിളിമാമനെ കാണിച്ചു തരാം. ചില കുഞ്ഞുങ്ങൾ അത് കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. പുറത്തൊക്കെ പോയിട്ട് അല്ലെ, അമ്പിളിമാമൻ മുകളിൽ ചന്ദ്രനുണ്ട് മുകളില്, അത് നോക്കി എന്തെങ്കിലും അങ്ങനെ കഥയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കൂടെ തന്നെ ഇരിക്കുക കേട്ടോ. കൂടെ തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് സേഫ്റ്റിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും നമ്മുടെ PDF-ൽ പറയുന്നില്ല. ചില കാര്യങ്ങൾ ഞാൻ അഡീഷണൽ ആയിട്ട് ചേർത്തതാണ് കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെയാണ്. The next one, food and nutritional needs ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ വായിക്കുക, റീഡ് ചെയ്യുക, മൈൻഡിൽ റീഡ് ചെയ്യുക.
ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ചെയ്യട്ടെ. ഓക്കെ. Just like the 0 to 3 years age group, the 3 to 6 years old also have their own nutritional needs. A well-nourished child has normal weight for height and age, is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. His or her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist and glowing, gum firm and pink, and posture erect. Since nutrients make up each and every cell of the body, keeping up with the nutritional needs become important for healthy development of the body and mind. Deficiency, excess, or inequality of nutrients can not only create mild disorders but can even physically disable or kill a person. എന്താ മനസ്സിലായത് റസ്മിന? 0 to 3 years ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും 3 to 6 years ഓൾഡ് ഉള്ളവർക്കും അവരുടേതായ ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്. ഓരോരുത്തർക്കും ആവശ്യമായ ന്യൂട്രീഷൻസ് വ്യത്യസ്തമാണ്. എ വെൽ നൗറിഷ്ഡ് ചൈൽഡ് ഹാസ് നോർമൽ വെയിറ്റ്. നന്നായി പോഷിതമായ ഒരു കുട്ടിക്ക് നോർമൽ വെയിറ്റ് ഉണ്ടാവും, ഹൈറ്റ് ആയിരിക്കും. ഏജിനനുസരിച്ചിട്ടുള്ള നോർമൽ വെയിറ്റും ഹൈറ്റും ഉണ്ടാവും. അവരെപ്പോഴും അലേർട്ട് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, ഹാപ്പി ആൻഡ് ക്യൂരിയസ് ആയിരിക്കും. എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നന്നായി ഉറങ്ങും. ഹി സ്ലീപ്സ് വെൽ അറ്റ് നൈറ്റ്. ഇസ് നോട്ട് ഇറിറ്റബിൾ. ഒന്നിനെ പറ്റിയും അവർ ഇറിറ്റബിൾ ആയിരിക്കില്ല. ഹാസ് എ ഗുഡ് അറ്റൻഷൻ സ്പാൻ. എല്ലാത്തിനോടും നന്നായിട്ട് അറ്റൻഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാനായാലും എന്തിനായാലും അറ്റൻഷൻ ഉണ്ടാവും. ആൻഡ് ഹാസ് എ ഗുഡ് ഹങ്കർ. നല്ല വിശപ്പുണ്ടാവും. നോർമൽ ബവൽ മൂവ്മെന്റ്സ്. വയറിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നോർമൽ ആയിരിക്കും. അതുപോലെ പ്രഭാത കർമ്മങ്ങളെല്ലാം കൃത്യമായി നടക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക്. ഹിസ് ഓർ ഹെർ ഐസ് ആർ ക്ലിയർ ആൻഡ് ബ്രൈറ്റ്. അവരുടെ ഐസ് ക്ലിയർ ആയിരിക്കും, വളരെ പ്രകാശിതമായിരിക്കും. ഹെയർ നോർമൽ ആയിരിക്കും, ലസ്ട്രസ് ആയിരിക്കും, വളരെ തേജസ്വിയായി കാണപ്പെടും. ടീത്ത് വൈറ്റ് ആൻഡ് ക്ലീൻ. പല്ലുകൾ വൈറ്റും നല്ല ക്ലീനും ആയിരിക്കും. സ്കിന്ന് സ്മൂത്ത് ആയിരിക്കും, സ്ലൈറ്റ്ലി മോയിസ്റ്റ് ആയിരിക്കും, ആൻഡ് ഗ്ലോയിങ്. വളരെ എന്താ പറയാ, ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും. ഗംസ് ഫേം ആൻഡ് പിങ്ക്. മോണകള് നല്ല ഇതായിരിക്കും, പിങ്ക് കളർ ആയിരിക്കും. പോസ്ചർ ഇറക്റ്റ്. വളരെ ക്ലിയർ ആയിട്ട് നിൽക്കും. വളഞ്ഞു നിൽക്കൂലേ ചില കുട്ടികൾ, അങ്ങനെ ഉണ്ടാവില്ല, ഇറക്റ്റ് ആയിട്ട് നിൽക്കും. സിൻസ് ന്യൂട്രിയൻസ് മേക്കപ്പ് ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് ദ ബോഡി. എല്ലാ സെൽസിനെയും വളരെ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ എവറി സെൽസ് ഓഫ് ദ ബോഡി നന്നായിട്ടുണ്ടാവും. കീപ്പിംഗ് അപ്പ് വിത്ത് ദ ന്യൂട്രീഷണൽ നീഡ്സ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. ന്യൂട്രീഷണൽസ് നമുക്ക് അത്യാവശ്യമാണ് ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി. നല്ല ആരോഗ്യപരമായ ശരീരത്തിന് ആൻഡ് മൈൻഡ്, മനസ്സിനും. ഡെഫിഷ്യൻസി, എക്സസ്. അതിന്റെ കുറവ് കൂടുതലാകുമോ, കൂടുതലും ഓർ ഇനീക്വാലിറ്റി, അതിലെന്തെങ്കിലും ഈക്വാലിറ്റി ഇല്ലാതെ വരുമ്പോഴും ഓഫ് ന്യൂട്രിയൻസ് കനോട്ട് ഓൺലി ക്രിയേറ്റ് മൈൽഡ് ഡിസോർഡർ. ചെറിയ ഡിസോർഡർ മാത്രമല്ല, അത് ചിലപ്പോൾ ഫിസിക്കലി ഡിസേബിൾ ആകാനും അതൊരു മനുഷ്യനെ കൊല്ലാനും വരെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ് അല്ലെ. അതായത് ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ നല്ല പോഷകാഹാരത്തിന്റെയും ആവശ്യകത എന്താണ്, അത് കുട്ടികളിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ്. 0 to 3 വയസ്സ് ഏജ് ഗ്രൂപ്പ് ഉള്ള കുട്ടികളെ പോലെ തന്നെ 3 to 6 ഏജ് ഗ്രൂപ്പ് ഉള്ള കുട്ടികൾക്കും പോഷകാഹാരം ആവശ്യമാണ്. ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ അത് ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് പറയുന്നുണ്ട്. ഒരു നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ എന്തൊക്കെയാണ് അവരിൽ കാണുന്ന പ്രത്യേകതകൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായത്തിനും ഏജിനും അതുപോലെ തന്നെ
ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. ഓക്കെ, അതിൽ തന്നെ ശ്രദ്ധിക്കുക. വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ കുട്ടിയുടെ ഏജിനും അതുപോലെ തന്നെ ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കുഞ്ഞ് ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുക. ആക്റ്റീവ് ആയിരിക്കും കുഞ്ഞ് കേട്ടോ ഏത് സമയവും. പിന്നെ അതുപോലെ തന്നെ ഹാപ്പി ആൻഡ് ക്യൂരിയസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എപ്പോഴും ചിരിച്ചുകൊണ്ട് ക്യൂരിയസ് ആയിട്ടായിരിക്കും. ഭയങ്കര എക്സൈറ്റ്മെന്റോടെ കാര്യങ്ങളൊന്നും കൂടിയൊക്കെ ആയിരിക്കും കുഞ്ഞ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ നന്നായി കിടന്നുറങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ രാത്രിയിൽ നന്നായി കിടന്നുറങ്ങാറുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞില് കാണുന്നുണ്ടോ? ശ്രദ്ധിക്കൂട്ടോ, അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കും, ഹാപ്പി ആൻഡ് ക്യൂരിയസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, രാത്രിയിൽ നന്നായി കിടന്നുറങ്ങും. പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്കറിയാം ടീച്ചേഴ്സിന് കൂടുതലായിട്ട് അറിയാൻ പറ്റും കുഞ്ഞുങ്ങള് ഏത് തരത്തിൽ അല്ലെങ്കിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ വന്നു കഴിഞ്ഞാല് പാരന്റ്സിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. കുട്ടിക്ക് നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടോ, അവൻ നല്ല രീതിയിൽ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ വിശപ്പുണ്ടാകും. ഇങ്ങനെ നോർമലായിട്ട് നമ്മള് നിർബന്ധിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. വിശക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ കുഞ്ഞിന്റെയും ചോദിച്ചു വരും, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം എന്നായിരിക്കും ചോദിച്ചു വരുന്നത്. കുഞ്ഞ് ചോദിച്ചു വരാറുണ്ടോ? ഭക്ഷണം ചോദിക്കാറുണ്ടോ കറക്റ്റ് സമയത്ത്? ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബവൽ മൂവ്മെന്റ്സ്, ശരിയായിട്ടുള്ള മലമൂത്ര വിസർജനം നടക്കും. ശരിയായ സമയത്ത് യൂറിൻ പാസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റൂള് പാസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. പ്രോപ്പർ ആയിട്ടുള്ള ടൈമിലായിരിക്കും പ്രഭാത കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടാവും കേട്ടോ. ആ, എന്റെ മോനെ അപ്പി ഇടുന്നത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ്. അന്നേരം ഞാനാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴാണ് അപ്പി ഇടുന്നത്. ഹോസ്പിറ്റലിൽ കാണിച്ച് അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നപ്പോ അയഞ്ഞു പാമേണ്ടി കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞ് പിന്നെയും കുറെ കഴിയുമ്പോ ഇത് തന്നെ അവസ്ഥ. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരുന്ന് കൊടുത്ത് ഇങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്തോ ചെയ്ത് പഴമൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ, പഴമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴും ഇങ്ങനെ തന്നെ. അതെന്താ അങ്ങനെ? അത് ഡോക്ടറോട് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട്. ഞാൻ ഡോക്ടർ അല്ല, ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്. അതായത് ഡോക്ടർ പറയും കൊച്ചിനെ ഇരുത്തണം. അങ്ങനെ പോട്ടി മേടിച്ച് അവൻ അതിനകത്ത് ഇരിക്കത്തില്ല. അവനത് കാണുമ്പോഴേ എടുത്തോണ്ട് ഓടും. അതായത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് അതായത് ഫ്രൂട്ട്സ്, അതായത് നാരുവർഗ്ഗങ്ങൾക്ക് കഴിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇലക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം ഇങ്ങനെയുള്ള സമയത്തൊക്കെ. അപ്പൊ ഒന്ന് നോക്കുക, അതായത് വേറെ എന്താണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്? എന്താണ് മരുന്ന് കൊടുക്കേണ്ടതാണോ പറഞ്ഞത്? മരുന്ന് കൊടുത്തിനി അങ്ങനെ ചെയ്യണ്ട. നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് ഇരുത്താൻ പറഞ്ഞു, കുത്തി ഇരുത്താൻ പറഞ്ഞു. അതെ അല്ലേ? ഈ കൊച്ചാൾ ഇരിക്കത്തില്ല, കുത്തി ഇരുന്ന് അപ്പി വേറെ ആറാവുമ്പോ ഉറച്ചങ്ങിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഒന്ന് നോക്കൂ. ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യൂ, എന്നിട്ട് നോക്കൂ. എന്നിട്ട് ഒരു ഇതില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ടാന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോ ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഓക്കെ, അപ്പൊ അതിനാദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ, വളരെ നേർത്തതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. ഭക്ഷണം കൊടുക്കുമ്പോൾ നേർത്തതായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കേണ്ടതില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. ഓക്കെ, പുറത്തുനിന്ന് മേടിക്കുന്ന ബാറ്ററി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. വെള്ളം നന്നായിട്ട് തന്നെ കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക, പഴം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ
വേറൊരു കാര്യം എന്ന് പറയുന്നത് സുറുമി എന്താണ്? ഈത്തപ്പഴമൊക്കെ പച്ചനെ കൊടുക്കാതെ പുഴുങ്ങി കൊടുക്കാൻ ശ്രദ്ധിക്കാം. അത് നന്നായിട്ട് ദഹനം നടക്കും. പുഴുങ്ങി കൊടുക്കാം എപ്പോഴായാലും. ഓക്കെ, കേട്ടോ? ചോദിച്ച ആള് കേട്ടു. കേട്ടു. ഓക്കെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണെന്ന് പറയുന്നത് നല്ല വ്യക്തതയോട് കൂടിയിട്ടുള്ള കണ്ണായിരിക്കും. അതായത് നല്ല എന്താ പറയാ, നല്ല ഭംഗിയായിരിക്കും കണ്ണുകളൊക്കെ കാണാനായിട്ട് കേട്ടോ. ഓക്കെ, കുഞ്ഞുങ്ങളുടെ കണ്ണൊരു പ്രത്യേക ഭംഗിയല്ലേ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ കാണാനായിട്ട്, എല്ലാ കുഞ്ഞുങ്ങളുടെയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുടി, ഹെയർ നല്ല തിളക്കമുള്ള ഹെയർ ആയിരിക്കും, ഷൈനിങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നല്ല തിളക്കമുള്ള അല്ലെങ്കിൽ ഷൈനിങ് ആയിട്ടുള്ള ഹെയർ ആണ് ഉണ്ടാവുക കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ടീത്ത്, അവരുടെ പല്ല് നല്ല വെളുത്തതായിരിക്കും, നല്ല വെളുത്ത പല്ലുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാല് നല്ല എന്താ പറയാ, സോഫ്റ്റ് ആയിരിക്കും, മിനുസമുള്ളതായിരിക്കും. പിന്നെ ചെറുതായിട്ട് നനവോട് കൂടിയിട്ടുള്ള സ്കിൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്കിന്നിൽ പിടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് പിടിച്ചു നോക്കിയേ, അപ്പൊ എന്താ അനുഭവപ്പെടുന്നത്? സോഫ്റ്റ് സോഫ്റ്റ് ആണോ? അല്ല. നമുക്ക് ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാല് സോഫ്റ്റ് ആയിരിക്കും, ചെറുതായിട്ട് ഒരു ഈർപ്പം ഉണ്ടാവും, നനവുണ്ടാവും, തൊടുമ്പോ നമുക്ക് ഒരു തണവ് അനുഭവപ്പെടും. ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ചർമ്മം സോഫ്റ്റ് ആയിരിക്കും, പിന്നെ ചെറുതായിട്ട് നനഞ്ഞതായിരിക്കുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മോണ, നമ്മുടെ പല്ലിന്റെ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഉറച്ചതായിരിക്കും. പിന്നെ പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. പിങ്ക്, നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കുക, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒന്ന് ചിരിച്ചു നോക്കുക, അപ്പൊ നിങ്ങളുടെ മോണയുടെ കളർ അറിയാനായിട്ട് പറ്റും. എന്ത് കളറാണ്? എല്ലാവർക്കും പിങ്ക് കളർ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ പിങ്ക് കളറ്? ഇല്ല. എന്ത് കളറാ? കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ പിങ്ക് കളർ. ഉണ്ടാവും കേട്ടോ, പിങ്ക് കളർ ഉണ്ടാവും. നമ്മൾ സിനിമാ താരങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അവരുടെയൊക്കെ പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. നല്ല രീതിയിലുള്ള ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അല്ലേ? നമുക്കൊക്കെ ഈ ചിലപ്പോ എന്താ പറയാ, ചില ആളുകൾക്ക് വെള്ള കളറായിരിക്കും, ഒരു എന്താ പറയാ വെള്ളാമ്പിച്ചിരിക്കുന്നത് പോലെ കാണാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, ചില ആളുകൾക്കാണെങ്കിൽ ബ്രൈറ്റ് കളറായിരിക്കും, ഒരു കാപ്പി നിറത്തിലുള്ള കളറായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയാ, പിങ്ക് കളറായിരിക്കും മോണ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇതിനെയാണ്, കണ്ടന്റിനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ മറ്റുണ്ടെങ്കിലും ഇതിന്റെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് കേട്ടോ. ഞാനൊരു തവണ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയതാണ്. അപ്പോ ഏതോ ആവശ്യത്തിന് പോയതാ. ആവശ്യത്തിന് ചെന്നപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോ എന്റെ ഒരു പ്രത്യേകത, ചിരിക്കുമ്പോൾ എന്റെ മോണ കാണാൻ പറ്റും, നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ എന്നോട് ഡോക്ടർ ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ മോണ വെള്ളാമ്പിച്ചിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ വൈറ്റ് കളർ ആയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. വെറുതെ എന്തോ ഒരു ആവശ്യത്തിന് പോയത്, എന്തോ ചോദിക്കാനായിട്ട്. പക്ഷെ ചിരിച്ചത് അബദ്ധമായി പോയി. അപ്പൊ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരുന്നു. ഓക്കെ, അപ്പൊ ഉടൻ തന്നെ അതിന്റെ അയൺ ഗുളികളൊക്കെ മറ്റും തന്നു. അത് കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വെളുത്തതായിട്ട് ഇരിക്കരുതെന്ന് പറഞ്ഞു. അതായത് ചില ഡോക്ടേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മോണ കാണുമ്പോൾ തന്നെ എന്തിന്റെയൊക്കെയോ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കുട്ടികളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കും. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ടാവും കേട്ടോ, അതും വേറൊരു കാര്യമാണ്, ഘടകമാണ്. എന്നാലും ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞിന് ഈ ഒരു പിങ്ക് കളറാണ് മോണെങ്കിൽ. എന്റെ മോണ് പിങ്ക് ആണ്, പക്ഷെ പല്ല് കേടാണ്. പല്ല് കേടാണ്. മിഠായി കഴിച്ചിട്ടുണ്ടാവും അല്ലേ? കൊറേ മിഠായി കഴിക്കുന്നുണ്ടോ? മിഠായി എന്ത് കിട്ടിയാലും കഴിക്കും, മധുരം ഭയങ്കര ഇഷ്ടം. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലും എന്താണ് ഈ ഒരു ന്യൂട്രീഷ്യസ്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് ചെന്നിട്ടാണ് ഓരോ സെല്ലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെയും ഓവറോൾ ഡെവലപ്മെന്റിന് ന്യൂട്രീഷ്യസ് ഫുഡ് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ചില ഡിസോർഡേഴ്സ് ഉണ്ടാക്കും, ചില അസുഖങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിലപ്പോ ഫിസിക്കലി ഡിസേബിൾ ആകാം, അല്ലെങ്കിൽ ചിലപ്പോ മരിച്ചെന്ന് വരാം. ചില രോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാനൊക്കെ വൈകും. ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ മനുഷ്യനെ കൊല്ലുന്ന വിധത്തിലായിരിക്കും അത് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലെ? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻമെന്റോ ആക്ടിവിറ്റിയോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അസൈൻമെന്റ് ഒന്ന് ആക്ടിവിറ്റി ആണോ തന്നത്? അല്ല, അസൈൻമെന്റ് വൈറ്റമിൻസിന്റെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അത്? വൈറ്റമിൻസിന്റെ ഒന്ന് കാണിക്കാവോ എന്നെ? ടേബിൾ ഉണ്ടായിരുന്നു, കാണിക്കാം. ഒരു സെക്കൻഡ്. അതാണ് അല്ലെ ചെയ്തത്? ചെറിയ പിക്ചേഴ്സ് കിട്ടിയപ്പോ അത് മുട്ടിച്ചിട്ടുണ്ടായിരുന്നു. മുട്ടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു വിറ്റാമിൻസിന്റെ കെമിക്കൽ നെയിംസും ഫങ്ഷൻസും എഴുതാനായിരുന്നു. അപ്പൊ അടുത്തൊരു അസൈൻമെന്റ് തരാം. ഒരു ഫുഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഫുഡ് ചാർട്ട്, അതായത് രാവിലെ കഴിക്കുന്ന ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പൊ രാവിലെ പുട്ട്, കടലക്കറി, ഒരു ബോയിൽഡ് എഗ്, ഒരു ചായ, അതാണെങ്കിൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മൺഡേയിലത്തെ. ദെൻ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു? ചിലപ്പോൾ ചോറ്, ഫിഷ് കറി, തോരൻ, അതായിരിക്കാം കഴിക്കുന്നത്, അത് എഴുതുക. പിന്നെ ഈവനിങ് ടൈമിൽ ചിലപ്പോൾ ചായ ആയിരിക്കാം കുടിക്കുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും വറകടി, പഴംപൊരിയോ ഉഴുന്നുവടയോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം കഴിക്കുന്നത്. ചില കഴിക്കാം, ചിലപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പൊ ആ കാര്യം കൂടി എഴുതുക. പിന്നെ വൈകിട്ട് ചിലപ്പോൾ ചപ്പാത്തിയും ചിലപ്പോൾ ദാൽക്കറിയും ആയിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ എഗ് കറി ആയിരിക്കാം കഴിക്കുന്നത്, അത് എഴുതുക. അങ്ങനെ മൺഡേ മുതൽ, അതായത് നമ്മുടെ സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ആ കാര്യങ്ങൾ, അതായത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അതിനകത്ത് ന്യൂട്രീഷ്യസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഫുഡ് ചാർട്ടാണ്. ക്ലിയർ ആണോ? മാം ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ മാം. ക്ലാസ് റൂമിൽ പ്രിപ്പയർ ഈ ഫുഡ് ചാർട്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിനകത്ത് നിങ്ങളുടെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അതിനകത്ത് ചിലപ്പോൾ ന്യൂട്രീഷ്യസ് കണ്ടന്റ് വരാം. അപ്പൊ അത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ കഴിക്കുന്നത്, അതുപോലെ തന്നെ ചിലവര് മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കും, അതുപോലെ തന്നെ ചിലത് ഉച്ചയ്ക്ക് കഴിക്കുന്ന മീലുണ്ട്, ഈവനിങ് സ്നാക്ക്, ദെൻ വൈകുന്നേരത്തെ ഡിന്നർ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ഇത് സൺഡേ മുതൽ ചാറ്റിലാണോ അതോ നോട്ട്? ചാർട്ടിൽ എഴുതിയാലും കുറച്ചുകൂടി നല്ലതാണ്. ചാർട്ടിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്കത് എവിടെയെങ്കിലും കൊണ്ടുപോകാനോ ഒക്കെ എളുപ്പമായിരിക്കും, കുട്ടികളെ കാണിക്കാനോ. ചാർട്ടുള്ളവര് നിർബന്ധിക്കുന്നില്ല, കമ്പൽ ചെയ്യുന്നില്ല. ഇത് മേടിക്കാനായിട്ട് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ബുക്കിൽ എഴുതിയാലും മതി. അപ്പൊ അതിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കുക അതിനകത്ത്. ഇപ്പൊ പുസ്തകം കണ്ടല്ലേ, അതിന്റെ പിക്ചർ ലഭിക്കുമല്ലോ, അതൊന്ന് ഒട്ടിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി നല്ലതാണ്. എഗ്, അതിന്റെയൊക്കെ ചപ്പാത്തി, ഫിഷ് കറി, അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിക്ചേഴ്സ് ഒക്കെ. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ അതുകൂടി അതിനകത്തൊന്ന് പേസ്റ്റ് ചെയ്ത് കളർഫുൾ ആണ്.
ഓക്കെ, അപ്പോ അതാണ് പറയാനുള്ളത്. എന്താണ് സൺഡേ ടു സാറ്റർഡേ എഴുതണം പറഞ്ഞത്. ഇപ്പൊ സൺഡേയിലാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയാണ് എഴുതണ്ടേ? എന്താണ് ഐഡിയ? ഇപ്പൊ സൺഡേയിലെ ആണെങ്കിൽ രാവിലെ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് കഴിക്കുന്നത്, വൈകിട്ട് കഴിക്കുന്നത്. ഇപ്പൊ ഡേറ്റ് ഇട്ടിട്ട് സൺഡേ അങ്ങനെ മെൻഷൻ ചെയ്യണോ? ഡേറ്റ് ഒന്നും വേണ്ട. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. നിങ്ങള് എന്തായാലും ഇന്ന് കഴിക്കുന്നതായിരിക്കില്ല ചിലപ്പോ നാളെ കഴിക്കുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഇന്നും പുട്ടുകടലയാണെങ്കിൽ നാളെ പുട്ടുകടല ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല അല്ലേ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പുട്ടുപൊടി പൊടിച്ച സൺഡേ മൺഡേ എഴുതിയിട്ട് പിന്നെ മറ്റേ എന്താ മോർണിംഗ് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ് അങ്ങനെ എഴുതിയാൽ മതി. ഡിന്നർ അങ്ങനെ എഴുതിയാൽ മതി. മുകളിലായിട്ട് എഴുതിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ഇപ്പൊ സൺഡേ എന്താണ്, അങ്ങനെ മുകളിലായിട്ട് എല്ലാത്തിനും ഹെഡിങ് ആയിട്ട് എഴുതുക. ബ്രേക്ക്ഫാസ്റ്റ്, മിഡ് മോർണിംഗ് സ്നാക്ക്, അതുപോലെ ലഞ്ച്, ഈവനിങ് സ്നാക്ക്, ഡിന്നർ. അതങ്ങനെ ഹെഡിങ് ആയിട്ട് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഡേയ്സിലും വരുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊക്കെ നമുക്ക് ഓരോരോ കോളത്തിലാക്കി നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? Prepare a food chart on Sunday to Saturday. അപ്പൊ ഞാൻ അതാണ് ക്വസ്റ്റ്യൻ, അത് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞു. ദെൻ നിങ്ങൾ ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും ചെയ്യാനായിട്ട് റെഡിയാണോ? സൈൻ ഔട്ട് ആക്ഷൻ സോങ് ഉണ്ടെങ്കിൽ ചെയ്യാം. ആക്ഷൻ സോങ് സൈൻ ഔട്ട് ആക്ഷൻ സോങ് ടീച്ചറെ. ആക്ഷൻ സോങ്. ഓക്കെ, നിഷ എന്താണോ? ഞാനും വേണം. എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ആക്ഷൻ സോങ് ചെയ്യാം. ഓക്കെ ഓക്കെ. കഥാഗാനമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ വരാം. ഞാൻ അത് ഓഫാക്കി പോയി തോന്നുന്നു ക്യാമറ. ഓക്കെ. കുന്നിനക്കരെ കാടാണ്, കുന്നിക്കുരുവിയുടെ കൂടാണ്, കുഞ്ഞിക്കുരുവിക്കൊരാവേശം, താളത്തിൽ പാട്ടൊന്നു പാടിയിടാൻ. അമ്മേ ഞാൻ പാട്ടൊന്നു പാടട്ടെ, കുഞ്ഞിക്കുരുവിയ ചോദിച്ചു. ഓമനെ പാട്ടൊന്നും പാടേണ്ട, ചക്കിപ്പാലെന്തു പറന്നു വരും. കൊത്തിമുറിച്ചു വിശപ്പടക്കും, നിന്നെയും റാഞ്ചി പറന്നു പോകും. അന്നു പകലവൾ പാടിയില്ല, പിറ്റേന്നു നേരം വെളുത്തപ്പോൾ അമ്മ ഇര തേടിപ്പോയപ്പോൾ കുഞ്ഞിക്കുരുവിയ പാട്ടുപാടി. പാട്ടുപാടുന്നതു കേട്ടുകൊണ്ട് ചക്കിപ്പരുന്തു പറന്നു വന്നു. ചക്കിപ്പരുന്തിന്റെ കാലിൽ പാവും കുഞ്ഞിക്കുരുവി പിടഞ്ഞമർന്നു. അമ്മമാർ ചൊൽവതു കേൾക്കിടഞ്ഞാൽ നമ്മൾക്കും ആപത്തു വന്നു ചേരും. ഈ കഥയെന്ന് നാം ഓർത്തിടേണം, ഈ കഥയോർത്തു പ്രവർത്തിക്കണം. ഓക്കെ മിസ്. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട്. ഓക്കെ മാം. ആക്ഷൻ സോങ്. Clap your hands, listen to the music and clap your hands. Stamp your feet, listen to the music and stamp your feet. Turn around, listen to the music and turn around. Jump up high, listen to the music and jump up high. Thank you, teacher.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ് ആണ് ഇനി അടുത്തതായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you so much.